വീട്ടിൽ പണം സൂക്ഷിക്കുന്നതിന് നിയമപരമായി യാതൊരു പരിധിയുമില്ല. അതായത് ഇത്ര രൂപയെ വെക്കാവൂ എന്ന് ആദായ നികുതി വകുപ്പ് ഒരു ഉയർന്ന പരിധി നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന പണത്തിന് വിശ്വസനീയമായ ഒരു ഉറവിടം ഉണ്ടായിരിക്കണം എന്നതാണ്. ആ പണം എങ്ങനെ ലഭിച്ചു എന്നത് നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കാൻ കഴിയണം. നിങ്ങളുടെ ആദായ നികുതി റിട്ടേണുകളിൽ ഈ വിവരം ഉൾപ്പെടുത്തിയിരിക്കണം. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്താൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് ഉറവിടം ഇത്ര പ്രധാനമാകുന്നത്? ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 68 മുതൽ 69B വരെ വിശദീകരിക്കാൻ കഴിയാത്ത ആസ്തികളും വരുമാനത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ കൈവശം കണ്ടെത്തുന്ന പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വെളിപ്പെടുത്താത്ത വരുമാനമായി കണക്കാക്കപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളിൽ നികുതി അധികാരികൾ കനത്ത നികുതിയും പിഴയും ചുമത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കൈവശമുള്ള മൊത്തം തുകയുടെ 78% വരെ, അതായത് 1 ലക്ഷം രൂപ പിടിച്ചാൽ 78,000 രൂപ വരെ നികുതി പിഴയായി നൽകേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. വീട്ടിൽ വലിയ തുക പണമായി സൂക്ഷിക്കുന്നതിന് നിയമം ഒരു പരിധി വെച്ചിട്ടില്ലെങ്കിലും വിശദീകരിക്കാൻ കഴിയാത്ത വലിയ തുകകൾ തീർച്ചയായും സംശയമുണർത്തും. ഒരു അന്വേഷണ സമയത്ത് ഓരോ രൂപയുടെയും ഉറവിടം തെളിയിക്കുന്ന രേഖകൾ ആവശ്യമായി വരും. നിങ്ങളുടെ വരുമാന രേഖകൾ, ബിസിനസ് അക്കൗണ്ടുകൾ, ITR ഫയലിംഗുകൾ എന്നിവയിലെല്ലാം ഈ പണത്തിന്റെ കണക്കുകൾ കൃത്യമായി പ്രതിഫലിക്കണം.